ആരാണ് അമിത്ഷാ? മോദി യുഗം കഴിഞ്ഞാൽ ഇനി അമിത്ഷാ യുഗമാണെന്ന് എല്ലാവരും പറയുന്നു, വിലയിരുത്തുന്നു. ലോകപ്രശസ്ത മാധ്യമമായ ദ ഗാർഡിയനിൽ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ രണ്ടാമനുമായ അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന അമിത്ഷായെക്കുറിച്ചുള്ള ലേഖനത്തിൽ വന്ന വിശേഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആളുകളെ ഭയപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തി, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മീഡിയ തുടങ്ങി ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നയാൾ, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിൽ പ്രധാനി. ഇങ്ങനെയാണ് ഗാർഡിയനിൽ വന്ന ലേഖനത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്തത സഹചാരിയും BJPയുടെ രാഷ്ട്രീയ ചാണക്യനുമായ അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം സമഗ്രമായി ക്രോഡീകരിച്ച ലേഖനം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. ഈ ലേഖനം വന്നത് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതേസമയം ലേഖനം ഏകപക്ഷീയമായ വിമർശനമായി പോയി എന്ന് BJP കേന്ദ്രങ്ങളും വിലയിരുത്തുന്നുണ്ട്. മോദിയെ പോലെ തന്നെ ലോകം അമിത്ഷായും ശ്രദ്ധിക്കുന്നുണ്ട്. 75 വയസ്സിന്റെ പ്രായബാധ്യതകളൊക്കെ മോദിക്കും ബാധകമായാൽ അടുത്തത് അമിത്ഷായുടെ കാലമാകുമെന്ന സൂചനയും ലേഖനത്തിൽ പറയുന്നു. ഒരു വെളുത്ത താടിക്കാരനും കറുത്ത താടിക്കാരനും എന്ന രീതിയിൽ ട്രോളായി മാറിയ BJPയുടെ ഇരട്ട എഞ്ചിൻ ഭരണത്തിലെ രണ്ടാമന് 59 വയസ്സേ ആയിട്ടുള്ളൂ. അതിനാൽ മോദിക്ക് ശേഷമുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം അമിത്ഷായായിരിക്കുമെന്ന് ഉറപ്പ്. രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ കടമെടുത്താൽ കാവ്യരാഷ്ട്രീയത്തിലെ രാമലക്ഷ്മണന്മാരാണ് മോദിയും അമിത്ഷായും. 1964 ഒക്ടോബർ 22 ബോംബെയിലെ ഒരു ഗുജറാത്തി ബനിയ കുടുംബത്തിലാണ് അമിത്ഷായുടെ ജനനം. പിതാവ് അനിൽ ചന്ദ്ര ഷാ ബിസിനസ്സുകാരനായിരുന്നു. ബോംബെയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് പോയി. അഹമ്മദാബാദിലെ UC ഷാ കോളേജിൽ ബയോകെമിസ്ട്രിയിൽ അദ്ദേഹം പ്രവേശനം നേടി. ബിരുദം പൂർത്തിയാക്കിയ ശേഷം പിതാവിനെ വ്യാപാരത്തിൽ സഹായിക്കുവാൻ തുടങ്ങി. അഹമ്മദാബാദിലെ സഹകരണ സംഘങ്ങളിൽ ഓഹരി ദലാളായും ജോലി ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷാ RSS പ്രവർത്തകനായിരുന്നു. അയൽപ്പക്കത്തുള്ള ശാഖകളിൽ സ്ഥിരം സാന്നിധ്യം. അഹമ്മദാബാദിലെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് RSSൽ ചേരുന്നത്. ആ കാലഘട്ടത്തിലാണ് 1982 നരേന്ദ്രമോദിയെ കാണുന്നത്. അഹമ്മദാബാദിലെ യുവതലമുറയെ സംഘടിപ്പിക്കാനുള്ള ചുമതലയുള്ള RSS പ്രചാരക് ആയിരുന്നു അക്കാലത്ത് മോദി. അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. ABVP നേതാവായിട്ടാണ് അമിത്ഷാ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അക്കാലത്ത് BJPക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും നടന്ന കാലം ഗാന്ധിനഗറിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് യോഗത്തിലും അമിത്ഷാ ആവർത്തിച്ചു. ഞാൻ ഇവിടെയാണ് വളർന്നത്, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ ആളുകൾ, ഇവിടെ ഞാൻ പണ്ട് താമര ചിഹ്നം വരയ്ക്കുകയും ചുവരുകളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തിരുന്നു. മോദിജിയുടെ സന്ദേശം നൽകാൻ അദ്ദേഹത്തിന്റെ കരങ്ങൾ ശക്തിപ്പെടുത്താൻ മാത്രമാണ് ഞാനിവിടെയുള്ളത്. ഇങ്ങനെയായിരുന്നു അമിത്ഷായുടെ പ്രസംഗത്തിലെ വരികൾ. 1986 ഭാരതീയ ജനതാ പാർട്ടി അംഗമായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനായിരുന്നു. പാർട്ടിയിലെ നേതൃത്വ പടവുകൾ അദ്ദേഹം അതിവേഗമാണ് താണ്ടിയത്. മാത്രമല്ല അന്ന് BJPക്ക് അത്രയേറെ ചെറുപ്പക്കാർ ഒപ്പം ഉണ്ടായിരുന്നുമില്ല. 1991 പൊതു തിരഞ്ഞെടുപ്പിൽ അദ്വാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് അമിത്ഷായായിരുന്നു. 1995 കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ സർക്കാരുണ്ടാക്കി. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ഗുജറാത്തിലെ ഗ്രാമീണ മേഖലകളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ഫലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടായി. ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെ സ്വാധീനമുള്ള വ്യക്തിയെ പാർട്ടിയിൽ അംഗമാക്കുക എന്ന നയമാണ് ഇരുവരും സ്വീകരിച്ചത്. അത്തരത്തിൽ ഏതാണ്ട് 8000-ഓളം നേതാക്കളെ അവർ ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളാക്കി. ഗുജറാത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ. ഈ സഹകരണ സംഘങ്ങളിലെല്ലാം കോൺഗ്രസിനായിരുന്നു സ്വാധീനം. മോദിയും ഷായും മുൻ തന്ത്രം ഉപയോഗിച്ചു തന്നെ ഇവിടങ്ങളിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറച്ചു. 1999 ഇന്ത്യയിലെ തന്നെ വലിയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ
അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. ജാതി വോട്ടുകളുടെ പിൻബലത്തിലാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പട്ടേൽ, ക്ഷത്രിയ വിഭാഗങ്ങളിൽ ഒന്നും പെടാഞ്ഞിട്ട് പോലും ഷാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 36 കോടി കടമുള്ള ബാങ്ക് അക്കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്നു. ഷായുടെ സാരഥ്യത്തിനു കീഴിൽ അടുത്ത വർഷം ബാങ്കിന്റെ ലാഭം 27 കോടി. 2014 ആയപ്പോഴേക്കും ബാങ്കിന്റെ ലാഭം 250 കോടി രൂപയായി. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഭൂരിഭാഗവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരോ പാർട്ടി പ്രവർത്തകരോ ആയിരിക്കാൻ ഷാ പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഗുജറാത്തിനെ കാവ്യവൽക്കരിച്ചതെന്ന് പിൽക്കാലത്ത് പഠനങ്ങൾ പറഞ്ഞു. പിന്നീട് ഗുജറാത്ത് പിടിക്കുകയാണ്. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ മോദി ഒന്നുമല്ലാതിരുന്ന കാലത്ത് തന്നെ കൈപിടിച്ച് കൂടിയതാണ് അമിത്ഷാ. പിന്നീട് ഇങ്ങോട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിജയാവേശങ്ങളിലും ഒപ്പം നിന്ന് മോദിക്ക് തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ചാണക്യ സ്ഥാനമാണ് അമിത്ഷായ്ക്കുണ്ടായത്. 1990കളിൽ നരേന്ദ്രമോദി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതോടെ ഷായുടെ ഉയർച്ചകൾ തുടങ്ങി. മോദിയുടെ അനുഗ്രഹാശിസുകളോടെ ഷാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. ശങ്കർ സിംഗ് വഗേല മുതലായ വിമതർ പാർട്ടിയിൽ മോദിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മോദിയെ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. 1991 മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയ്ക്ക് സാരഥ്യം വഹിക്കാൻ അന്നത്തെ കരുത്തനായ പ്രമോദ് മഹാജനെയായിരുന്നു BJP ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ മഹാജൻ വിമുഖത പ്രകടിപ്പിച്ചു. അവസരം കാത്തുനിന്ന മോദി ഒരു നിമിഷം പാഴാക്കാതെ ആ നിയോഗം ഏറ്റെടുത്തു. എന്നാൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിന്റെ അന്നത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ സ്ഥാനമില്ലാതിരുന്ന മോദിയെ അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. ഇതോടെ പ്രതിസന്ധിയിലായ മോദിക്ക് താങ്ങായതും അമിത്ഷാ. കരുക്കൾ നീക്കി മോദിയെ മുന്നിലേക്ക് നയിച്ച് ഏകതാ യാത്ര വലിയ വിജയമാക്കി തീർത്തതോടെ ദൃഢമായ ബന്ധം ഇന്നും അതിശക്തമായി തുടരുകയാണ്. 1997 ഉപതിരഞ്ഞെടുപ്പിൽ ഷാ സാർക്കേജ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഗുജറാത്ത് നിയമസഭയിലെത്തി. മോദിയുടെ സ്വാധീനം മൂലമാണ് ഷായ്ക്ക് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത്. 1998 തിരഞ്ഞെടുപ്പിൽ ഷാ ഇതേ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. 2001 ഭരണ കെടുകാര്യസ്ഥത ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി കേശുഭായ് പട്ടേലിന്റെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി പകരം നരേന്ദ്രമോദിയെ അവരോധിച്ചു. ഭരണസാരഥ്യം കയ്യിൽ വന്ന നരേന്ദ്രമോദിയും ഷായും കൂടി വളരെ കുറച്ചു കാലം കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കി. 2002 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാ വീണ്ടും സാർക്കേജ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും 1,58,036 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ 36% ഷായുടെ ഭൂരിപക്ഷം. നരേന്ദ്രമോദി 12 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇക്കാലയളവ് കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവായി ഷാ മാറി. 2002 മോദി മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ഷാ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന് വിവിധ വകുപ്പുകളുടെ ചുമതലകൾ ഉണ്ടായിരുന്നു. ഒരു കാലയളവിൽ 12 വകുപ്പുകൾ വരെ ഷാ കൈകാര്യം ചെയ്തു. അതിനിടെ LK അദ്വാനിയും പാർട്ടിയിൽ ഒതുങ്ങി. 2014 പാർലമെന്റിലേക്ക് 5 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചിട്ടും അദ്വാനിയെ ഭരണരംഗത്തേക്ക് മോദി അടുപ്പിച്ചില്ല. കാര്യോപദേശ സമിതി എന്ന കടലാസ് കമ്മിറ്റി രൂപീകരിച്ച് അതിനകത്ത് കുടിയിരുത്തി. അതിനുശേഷം അദ്വാനിയുടെ ഗാന്ധിനഗർ സീറ്റ് ലഭിച്ചത് അമിത്ഷായ്ക്ക്. 1998 2014 വരെ തുടർച്ചയായി ഗാന്ധിനഗറിലെ പ്രതിനിധീകരിക്കുന്ന തന്നെ ഏകപക്ഷീയമായി ഇത്തവണ മാറ്റിയതിലുള്ള വിയോജിപ്പ് മുന്നവെച്ച് ബ്ലോഗ് എഴുതിയാണ് അദ്വാനി അത് തീർത്തത്. പക്ഷേ അപ്പോഴേക്കും പാർട്ടിയിലും ഭരണത്തിനും സമ്പൂർണമായ മോദി അമിത്ഷാ തരംഗമായിരുന്നു. അധികം സംസാരിക്കാത്ത, അധികം ചിരിക്കാത്ത വ്യക്തിയാണ് അമിത്ഷാ. ഗാർഡിയൻ എഴുതിയ പോലെ എതിരാളികളെ എപ്പോഴും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സൃഷ്ടികയേക്കാൾ സംഹാരം ഇഷ്ടപ്പെടുന്ന, അസുരന്മാരെ കൊന്നൊടുക്കുന്ന മൂർത്തിയായി അദ്ദേഹം തന്റെ ആരാധകർക്കിടയിൽ നിലനിൽക്കുകയാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഷാ സംശയത്തിന്റെ നിഴലായ പല ഏറ്റുമുട്ടൽ കേസുകളും കോടതിയിലെത്തിയിരുന്നു. ഏറ്റുമുട്ടൽ കേസുകൾ വിചാരണ നടത്തിയ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഷായ്ക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷായുടെയും കുടുംബത്തിന്റെയും സ്വത്തിൽ ക്രമാതീത വർധനവുണ്ടായെന്ന ആരോപണം
ഗാന്ധിനഗറിലെ പത്രികാ സമർപ്പണത്തിന് ശേഷം കൂടുതൽ ശക്തമായി. എന്നാൽ കൂട്ടുകുടുംബ ഓഹരി വീതം വെച്ച് ലഭിച്ചതോടെയാണ് വരുമാനം കൂടിയതെന്ന് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്ന വിശദീകരണം. സെറാബുദ്ദീൻ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ അമിത്ഷാ അറസ്റ്റിലായിരുന്നു. സെറാബുദ്ദീൻ എന്ന ഗുണ്ടയുടെ ശല്യം സഹിക്കവയ്യാതെ ഗുജറാത്തിലെ 2 മാർബിൾ വ്യാപാരികൾ അമിത്ഷായ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി പോലീസിന്റെ സഹായത്തോടെ സെറാബുദ്ദീനെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു കേസ്. സെറാബുദ്ദീൻ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ ലഷ്കർ-ഇ തോയ്ബ പ്രവർത്തകനായിരുന്നുവെന്നും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ ടെലിഫോണിലൂടെ ബന്ധം പുലർത്തിയിരുന്നതിന്റെ തെളിവുകൾ CBIക്ക് ലഭിച്ചിരുന്നു. ഷെറാബുദ്ദീൻ കേസുമായി ബന്ധപ്പെട്ട 2010 ജൂലൈ 25-ന് അമിത്ഷാ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയായിരുന്നു ഷായ്ക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ. ഭാവി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന് കരുതപ്പെട്ട ഷായുടെ രാഷ്ട്രീയ പ്രതിച്ഛായക്കേറ്റ മങ്ങൽ തന്നെയായിരുന്നു ഈ അറസ്റ്റ്. അറസ്റ്റിന് 3 മാസങ്ങൾക്ക് ശേഷം ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ പിറ്റേ ദിവസം തന്നെ മറ്റൊരു ഉത്തരവിലൂടെ ഷാ ഗുജറാത്തിൽ പ്രവേശിക്കുന്നത് കോടതി തടയുകയും ചെയ്തു. 2010 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തിൽ ഷാ തന്റെ കുടുംബവും ഒന്നിച്ച ഡൽഹിയിലായിരുന്നു താമസം. 2012-ൽ ഗുജറാത്തിൽ പ്രവേശിക്കാൻ സുപ്രീം കോടതി ഷായ്ക്ക് അനുമതി നൽകുന്നു. 2012-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാരായൺപുര നിയോജക മണ്ഡലത്തിൽ നിന്നും ഷാ വിജയിച്ചു. ഈ കേസിൽ CBI അമിത്ഷായെ കുറ്റവിമുക്തനാക്കി. 2002-ലെ ഗുജറാത്ത് കലാപത്തിലും അമിത്ഷാ ആരോപിതനായി. ഗുജറാത്തിന്റെ സർക്കാരിനെതിരെ മൊഴി കൊടുത്ത സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് അമിത്ഷാ പ്രതികാര നടപടിയെടുത്തതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2009-ൽ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് അനധികൃതമായി ഒരു വനിതയെ നിരീക്ഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് ഏറെ വിവാദമായിരുന്നു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥനായ പ്രദീപ് ശർമ്മയെയും ഒരു സ്ത്രീയെയും തുടർച്ചയായി പരാമർശിക്കുന്ന ഈ ടേപ്പുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന സാഹേബ് പദം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയായിരിക്കാമെന്ന് മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. 2014-ൽ അന്വേഷണം നേരിട്ട സ്ത്രീ സുപ്രീം കോടതിയിൽ ഹാജരായി. ഈ അന്വേഷണം വ്യക്തിപരമായ ഒരു അഭ്യർത്ഥനയുടെ പുറത്ത് ചെയ്തതാണെന്നും തന്റെ സ്വകാര്യതയ്ക്ക് വിഘ്നം നേരിട്ടതിനാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നിർത്തിവെക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ അമിത്ഷായ്ക്കെതിരെ ഒരു കാര്യവും ഇതുവരെ നിയമപരമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ BJPയുടെ കിങ് മേക്കർ തന്നെയാണ് അമിത്ഷാ. വാചകമടികളല്ല, പ്രവൃത്തിയായിരുന്നു അമിത്ഷായെ വ്യത്യസ്തനാക്കിയത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് അമിത്ഷാ ഡൽഹിയിലെ ദീനദയാൽ ഉപാധ്യായ മാർഗിൽ കോർപ്പറേറ്റ് മാതൃകയിൽ BJPയുടെ 5 നില കൂറ്റൻ കേന്ദ്ര ഓഫീസ് പണിതത്. അയാളെ പാർട്ടി എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് വിജയിക്കും. ലക്ഷ്യത്തിനായി എന്ത് മാർഗവും സ്വീകരിക്കാമെന്നാണ് അമിത്ഷായുടെ ലൈനെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ രാമചന്ദ്രൻ ഗുഹ പറയുന്നുണ്ട്. അതായത് ഒരിടത്ത് അധികാരം പിടിക്കണമെന്ന് അമിത്ഷാ തീരുമാനിച്ചുവോ പിന്നെ കുതിരക്കച്ചടവും ഭീഷണിയും ED കേസും അടക്കം എന്ത് ആയുധവും പുറത്തെടുക്കാം. ഗോവയും കർണാടകവും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ BJP അധികാരം നേടിയതും ഈ ഷാ മോഡൽ കൊണ്ടുതന്നെ. ഗാർഡിയൻ നിരീക്ഷിക്കുന്നത് പോലെ ഹിന്ദുത്വയാണ് അമിത്ഷായുടെ രാഷ്ട്രീയ ആയുധം. ജാതിയെ മതം വെട്ടിയാണ് അയാൾ UP അടക്കം പിടിച്ചത്. 2014-ൽ UPയുടെ ചുമതല നൽകി പാർട്ടി. അമിത്ഷായ്ക്ക് നൽകിയ ടാർഗറ്റ് 40 സീറ്റായിരുന്നു. 10 സീറ്റ് മാത്രമായിരുന്നു UPയിൽ തൊട്ടു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിരുന്നത്. വോട്ടെണ്ണിയപ്പോൾ BJPയെ പോലും ഞെട്ടിച്ച് വാരിക്കൂട്ടിയത് 80-ൽ 71 സീറ്റ്. സഖ്യകക്ഷി നേടിയ 2 സീറ്റുകളിൽ കൂടെ കൂട്ടിയാൽ 73 സീറ്റ്. ജാതീയത കെട്ടിപ്പിണഞ്ഞ UP രാഷ്ട്രീയം ഗുജറാത്തിൽ കളിച്ചു വളർന്ന അമിത്ഷായ്ക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ചാണക്യതന്ത്രങ്ങളിലൂടെ മറികടന്നു. അന്നത്തെ UP BJP രാഷ്ട്രീയത്തിലെ മഹാമേരുക്കൾ അമിത്ഷായെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഉമാഭാരതി, കല്യാൺ സിംഗ്, വിനയ് കട്ടിയാർ, വരുൺ ഗാന്ധി തുടങ്ങിയ UPയിലെ BJP നേതാക്കളുടെ താൻ പോരുമയായിരുന്നു ആദ്യഘട്ടത്തിൽ ഷായ്ക്ക് മുന്നിൽ വിലങ്ങുതടിയായത്. എന്നാൽ സമയമേറെ എടുക്കാതെ തന്നെ അമിത്ഷാ ഈ നേതാക്കളെ മെരുക്കി കൂട്ടിലടച്ചു. കെട്ടിപ്പിണഞ്ഞ് ഗ്രഹിക്കാൻ പാടുപെട്ട ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതി 1,40,000 ബൂത്തുകളിലും വോട്ടർമാരെ നേരിട്ട് കാണാൻ 10 പേരടങ്ങുന്ന ചെറു കമ്മിറ്റികൾ ഉണ്ടാക്കി. ഈ സംഘം ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ കാണുന്നുണ്ടെന്നും ഷാ തന്നെ ഉറപ്പുവരുത്തി. 80-ൽ 76 മണ്ഡലങ്ങളിലും ഷാ തന്നെ പ്രചാരണത്തിനെത്തി. വാരണാസി മണ്ഡലത്തിൽ മോദിയോട് മത്സരിക്കാൻ ഷാ നിർബന്ധിച്ചു. ഇത് ഉത്തർപ്രദേശിലെ വോട്ടർമാർക്കിടയിൽ ഒരു പുതിയ ആവേശം സൃഷ്ടിക്കാൻ ഉതകുമെന്നും ഷാ കരുതിയിരുന്നു. അമിത്ഷാ UPയിൽ പാർട്ടി ചുമതലയേറ്റ് ഏറെ കഴിയും മുമ്പാണ് മുസാഫർ കലാപവും പൊട്ടിപ്പുറപ്പെട്ടതെന്നത് ഒരുപക്ഷെ യാദൃശ്ചികമാകാം.
ഇതിന്റെ പരിണിതഫലം ജാതീയ സമവാക്യങ്ങളെ തിരുത്തുന്നതുമായി. അകന്നുപോയിരുന്ന ബ്രാഹ്മണ ഠാക്കൂർ വിഭാഗങ്ങൾ BJPയിലേക്ക് തിരിച്ചെത്തി. പശ്ചിമ UPയിൽ ജാട്ട് വിഭാഗം BJPയോട് കൂട്ടുചേർന്നു. യാദവ ജാദവ വോട്ടുകളും സ്വന്തം പക്ഷത്തെത്തിയോടെ 2014 പൊതു തിരഞ്ഞെടുപ്പിലും 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിലും UP രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വയെ പ്രതിഷ്ഠിച്ച BJP മിന്നും വിജയമാണ് നേടിയത്. ഇനി വരുന്നത് ഒരുപക്ഷെ അമിത്ഷാ യുഗം തന്നെയായിരിക്കും. എല്ലാ ജനാധിപത്യ നിയമവ്യവസ്ഥകളെയും ഭയത്തിന്റെയും സന്ദേഹത്തിന്റെയും നിഴലിൽ നിർത്താൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് സാധിച്ചതെങ്ങനെയെന്ന് ഗാർഡിയൻ ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള ഒരു സാധാരണ രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടാമനായി മാറുന്നതിലേക്കുള്ള അമിത്ഷായുടെ ജീവിത വഴികളുടെ ഇരുട്ട് നിറഞ്ഞ അധ്യായങ്ങളെയും മോദി അമിത്ഷാ ബാന്ധവത്തിന്റെ നിഗൂഢമായ താൽപര്യങ്ങളെയുമെല്ലാം ലേഖനം വ്യക്തമായി പരാമർശിക്കുന്നു. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മീഡിയ തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയ ഭരണയന്ത്രത്തിന്റെ സമസ്ത മേഖലകളെയും വളരെ ദൃശ്യമായ കൈകളാൽ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷാ എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. പക്ഷേ അനുകൂലിക്കുന്നവർക്ക് പറയാൻ ഏറെ കാര്യങ്ങളുമുണ്ട്. ഇന്ന് അജിത് ഡോവലുമായി ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയടക്കം കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതും ഇതേ അമിത്ഷാ. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി കൊല്ലപ്പെടുന്നത് നോക്കുക. ഭീകരാക്രമണങ്ങളില്ലാതായ രാജ്യം ഇന്ന് ശാന്തമാകുന്നുണ്ടെങ്കിൽ ഈ താടിയുള്ള അപ്പനോടുള്ള പേടി കൊണ്ട് തന്നെയെന്ന് അമിത്ഷായുടെ ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ കണ്ണും കാതുമായ അമിത്ഷാ ഇപ്പോൾ ഈ കോംബോ വേർപിരിയാൻ സമയമായ എന്ന ചർച്ചയും ഒരു ഭാഗത്ത് ഉയരുന്നു. 75 വയസ്സിന്റെ പ്രായപരിധി ബാധകമായാൽ ഇപ്പോൾ 74 വയസ്സുള്ള മോദിക്ക് എത്ര കാലം തുടരാൻ സാധിക്കും? പിന്നെ വരിക 59കാരനായ ഷായുടെ കാലമാവുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഗുജറാത്തിലെ കൂട്ടുകുടുംബ ഭദ്രതയിൽ നിന്നും ജീവിതം പഠിച്ച അമിത്ഷാ ഘടകകക്ഷികളെ മെരുക്കു നിർത്തുകയും എതിരാളികൾക്കെതിരെ തന്ത്രം മെനയുകയും ചെയ്ത് ജാഗ്രത പാലിച്ചതോടെയാണ് മോദിക്ക് ഇത്രയും കാലം തടസ്സങ്ങൾ ഏതുമില്ലാതെ സർക്കാരിനെ നയിക്കാൻ സാധിച്ചത്. ചെറുപ്രായത്തിലെ സ്വായത്തമാക്കിയ കുടുംബ ബിസിനസിന്റെ സങ്കീർണ ഘടനകളിലൂന്നി തന്നെയാണ് അമിത്ഷാ രാഷ്ട്രീയ മേഖലയിലും തന്ത്രങ്ങൾ മെനയുന്നതും പ്രാവർത്തികമാക്കുന്നതും. സഹകരണ പാഠങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാന ഭരണം ഒന്നൊന്നായി അമിത്ഷാ വെട്ടിപ്പിടിച്ചു. ആശയപരമായ സാഹചര്യങ്ങളിൽ അടുക്കാൻ കൂട്ടാക്കാത്തവരെ പണമെറിഞ്ഞു കൂടെ നിർത്തി. കുടുംബജീവിതം ത്യജിച്ച് ഒറ്റയാനായ മോദിക്ക് വെട്ടൊന്ന് മുറി രണ്ടെന്നാണ് തീരുമാനം. എന്നാൽ കൂട്ടുകുടുംബ സമവാക്യങ്ങൾ സ്വായത്തമാക്കിയ അമിത്ഷായാകട്ടെ വിട്ടുവീഴ്ചകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും ആത്യന്തിക വിജയം നേടാനാണ് താല്പര്യപ്പെടുന്നത്. ഈ രണ്ടുപേരുടെയും കോംബോയായിരുന്നു BJPയുടെ വിജയം. അതിൽ ഒന്നു മുറിഞ്ഞാൽ എന്താവുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. പക്ഷേ അമിത്ഷായ്ക്ക് അത്തരം ആശങ്കകൾ ഒന്നുമില്ല. ഇത്തവണയും മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തിരക്കേറിയ പ്രവർത്തനങ്ങൾ വ്യാപൃതനായിരിക്കുമ്പോഴും ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു MP-യാണ് അമിത്ഷാ. സജീവ സാന്നിധ്യവും ഇടപെടലുകളും ഗാന്ധിനഗറിൽ എന്നും ഓളമുണ്ടാക്കുന്നുണ്ട് ഷാ തന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാത്തതോ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് തറക്കല്ലിടുകയോ ചെയ്യാത്ത ഏതെങ്കിലും ഒരു മാസമില്ല എന്നാണ് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ഉത്സവങ്ങൾക്കും അദ്ദേഹം ഗാന്ധിനഗറിൽ എത്തിയിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് റാലിയിലും ഗുജറാത്തിലുടനീളം അമിത്ഷാ പറഞ്ഞത് ഇതാണ്: കഴിഞ്ഞ 30 വർഷമായി ഈ മണ്ഡലവുമായി എനിക്ക് ബന്ധമുണ്ട്. MP ആകുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്നുള്ള ഒരു MLA ആയിരുന്നു ഞാൻ. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഒരു എളിയ ബൂത്ത് കാര്യകർത്താവിൽ നിന്ന് ഞാൻ ഒരു പാർലമെന്റ് അംഗമായി ഉയർന്നു. ABVP പ്രവർത്തകൻ എന്ന നിലയിൽ നരൻപുരയുടെ ചുമരുകളിൽ താമര ചിഹ്നം വരച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ വോട്ട് തേടിയപ്പോഴെല്ലാം ഗാന്ധിനഗറിൽ ജനങ്ങൾ എനിക്ക് ഒരു അനുഗ്രഹം നൽകി. അമിത്ഷാ അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: അനുകൂലിച്ചും എതിർത്തും വാദങ്ങൾ ഉണ്ടാകും. പക്ഷേ അമിത്ഷാ എന്ന മനുഷ്യനെ അവഗണിച്ച് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല.